നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന വിലയിരുത്തലിൽ CPM. ഈയൊരു സാഹചര്യത്തിൽ അമ്പലപ്പുഴയിലും കായംകുളത്തും CPM പ്രചരണം ശക്തമാക്കും. സുധാകരൻ മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ അണികളെ ചേർത്ത് നിർത്താനുള്ള നടപടികളും എടുക്കും. അമ്പലപ്പുഴയിൽ സുധാകരൻ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം ശക്തമാണ്. പാർട്ടി അംഗമായിരിക്കുമ്പോഴും കോൺഗ്രസ് വേദികളിലും മറ്റും സുധാകരൻ പങ്കെടുക്കുന്നതും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് മന്ത്രി സജി ചെറിയാൻ, AK ബാലൻ, H സലാം MLA എന്നിവരെ രൂക്ഷമായി വിമർശിച്ച് പരസ്യ പ്രതികരണം നടത്തിയത്. തൊട്ടു പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അനുനയവുമായി സുധാകരന്റെ വീട്ടിലെത്തി കണ്ടിരുന്നു. എന്നിട്ടും സുധാകരൻ അയഞ്ഞില്ല. അസംതൃപ്തനായ സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ അതിശയിക്കാനാവില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സുധാകരനെ വിജയിപ്പിക്കാനുള്ള അടവു നയം കോൺഗ്രസ് സ്വീകരിച്ചേക്കും. തുടർച്ചയായി 2 തവണ നഷ്ടപ്പെട്ട അമ്പലപ്പുഴ പിടിക്കാൻ കോൺഗ്രസ് കരുതലോടെയാണ് കരുനീക്കുന്നത്. സുധാകരനുമായി ഇനി CPM അനുനയ നീക്കത്തിനും ശ്രമിക്കില്ല. സുധാകരനെ ഒരു പാർട്ടി പരിപാടിയിലും സഹകരിപ്പിക്കില്ല. CPM നേതൃത്വത്തിന്റെ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങില്ലെന്ന സന്ദേശം സുധാകരൻ നൽകിക്കഴിഞ്ഞു. കുട്ടനാട്ടിൽ പാർട്ടിയുടെ പോഷക സംഘടനയായ KSKTU നടത്തുന്ന VS അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് സുധാകരൻ അറിയിച്ചിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടറി R നാസറും നേരിട്ടെത്തിയായിരുന്നു പരിപാടിക്ക് ക്ഷണിച്ചത്. എന്നിട്ടും സുധാകരൻ സമ്മേളനത്തിന് വരാത്തതിനെ ഗൗരവത്തിലാണ് CPM എടുക്കുന്നത്. പരിപാടി അവർ നടത്തിക്കൊള്ളുമെന്നും തന്റെ ആവശ്യമില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. നോട്ടീസിൽ പേരില്ലാത്തതാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത്. നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ വീട്ടിലെത്തി കണ്ടിരുന്നു. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. ക്ഷണം സ്വീകരിച്ച പരിപാടിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു സുധാകരൻ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റുകയായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നടത്തുന്ന പരിപാടിയാണ് ബഹിഷ്കരിച്ചത്. ഇതിനെ കടുത്ത അച്ചടക്ക ലംഘനമായി CPM കാണും. കോൺഗ്രസ് വേദികളിലെത്തുന്ന സുധാകരന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് CPM സംശയിക്കുന്നുണ്ട്. എന്തായാലും CPMന്റെ അനുനയ നീക്കത്തിന് വഴങ്ങാതെയാണ് ജി സുധാകരൻ മുന്നോട്ടു പോകുന്നത്. കുട്ടനാട്ടിലെ പാർട്ടി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല. കുട്ടനാട്ടിൽ നമ്മുടെ ആവശ്യമില്ല, അവർ നടത്തിക്കോളും, അവിടെ ആളുണ്ട് എന്നാണ് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടി ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി ക്ഷണിച്ച പരിപാടിയിൽ നിന്നാണ് ജി സുധാകരൻ വിട്ടുനിൽക്കുന്നത്. നോട്ടീസ് പോലും നൽകാതെ വെറുതെ ക്ഷണിച്ചതാണെന്നാണ് സുധാകരന്റെ വിലയിരുത്തൽ. എന്തായാലും പാർട്ടിയോട് ഇടഞ്ഞു തന്നെയാണ് സുധാകരൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്.